ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ ബന്ധൻ ബാങ്കിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ബാങ്കിങ് സെക്ടർ നോക്കിയാൽ അവിടുത്തെ ഒരുപാട് സ്റ്റോക്കുകൾ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവരുടെയൊക്കെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ യെസ് ബാങ്കിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ബന്ധൻ ബാങ്കിന്റെ കാര്യം നോക്കിയാലും അടുത്തൊരു വർഷം കുറച്ചുകൂടെ പ്രോമിസിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, കാരണം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബന്ധൻ ബാങ്കിന്റെ കാര്യം നോക്കുമ്പോൾ അവരുടെ അടുത്തൊരു വർഷത്തേക്കുള്ള പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടായ പെർഫോമൻസിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള പലരും ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റഡ് ആയിട്ട് പെട്ടുപോയി കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ന്യൂസുകൾ കാര്യങ്ങളൊക്കെയാണ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ബാങ്കിനെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ലാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ബന്ധൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈസ്റ്റേൺ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ, ആസാം പോലത്തെ ആ ഒരു ഏരിയയിലാണ് ഇവർ കൂടുതലായിട്ട് ഇവരുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇവരുടെ മേജർ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളെല്ലാം വരുന്ന ആ ഒരു ഏരിയയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരൊരു 2020 ആ ഒരു സമയത്തൊക്കെ നോക്കിയാൽ കോവിഡിന്റെ ഒക്കെ സമയത്ത് നോക്കിയാൽ ഇവരുടെ ലോൺ ബുക്കിന്റെ ഏകദേശം 70% അൺസെക്യൂർഡ് ലോണുകളായിരുന്നു. അതായത് മൈക്രോ ഫിനാൻസ് ലോണുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഏകദേശം 70% ലോൺ ബുക്കിലുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കോവിഡ് കാര്യങ്ങളൊക്കെ വന്നതോടുകൂടിയിട്ട് ഇവരുടെ ലോൺ ബുക്കിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്തു. കാരണം അൺസെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് റിക്കവർ ചെയ്യേണ്ട കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 70% അത്രയും വലിയ ബുക്ക് ഇവർക്ക് അൺസെക്യൂർഡിൽ കിടന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവരുടെ GNPA NNPA കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൂടിപ്പോയിരുന്നു. അതുപോലെ തന്നെ ഈ ആസാം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലഡിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഓരോ വർഷവും ഫ്ലഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും ഇവരുടെ ഈ പറഞ്ഞ ലോൺ ബുക്കിൽ നല്ല രീതിയിൽ അതിനെയൊക്കെ മോശമായിട്ട് അഫക്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 3-4 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലോൺ ബുക്കിന് GNPA NNPA കാര്യങ്ങളൊക്കെ ഓരോ തവണ കൂടും. ഇവരതിന് ശേഷം എങ്ങനെയെങ്കിലും ARCക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത് എങ്ങനെയെങ്കിലും കുറയ്ക്കും. വീണ്ടും ഓരോ ക്വാർട്ടർ കഴിയുന്നതോറും വീണ്ടും ഇത് ഇൻക്രീസ് ചെയ്യും. ആ ഒരു രീതിയിലായിരുന്നു പെർഫോമൻസ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റി വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി മോശമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കുറയുക, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള എല്ലാ പെർഫോമൻസിനും പ്രത്യേകിച്ച് അവരുടെ ഇൻട്രസ്റ്റ് ഇൻകം കാര്യങ്ങളൊക്കെ കുറയും. അതുപോലെ തന്നെ ലോൺ മോശമാവുന്ന സമയത്ത് ഇവർ പ്രൊവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 കോടി രൂപയുടെ ലോൺ അവർക്ക് മൊത്തത്തിലുണ്ട്. അതിൽ ഏകദേശം ഒരു 50 കോടി രൂപയും റിട്ടേൺ വരുന്നില്ല, അല്ലെങ്കിൽ EMI തിരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് അൺസെക്യൂർഡ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു 50 കോടിക്ക് അല്ലെങ്കിൽ അവർക്ക് എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് അത്രയും എമൗണ്ടിന് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചിട്ട്, അതായത് ടാക്സിന് മുമ്പുള്ള എമൗണ്ടിൽ നിന്ന് ഇവരുടെ എമൗണ്ട് ഈ പറഞ്ഞ പ്രൊവിഷനിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയും. സോ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അഫക്ട് ചെയ്ത് കിടക്കുമായിരുന്നു ബാങ്കിനെ. അങ്ങനെ ബാഡ് ലോണുകൾ കൂടുന്ന സമയത്ത് ഇവർ മേജറായിട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ബാങ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ ബാഡ് ലോണിനെയൊക്കെ നല്ല രീതിയിൽ അത് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കളക്ഷൻ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഇവർ ഇമ്പ്രൂവ് ചെയ്യണം. ഈ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവർ കൂടുതലായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് ചെയ്യാണ് കൂടുതലായിട്ട് ലോണുകൾ ചെയ്യുന്നത്. റൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഏകദേശം 100% അത് പ്രൊവൈഡ് ചെയ്യണം. അതായത് പ്രൊവിഷൻസ് 100% ഉണ്ടാവണം. അങ്ങനെ 100% പ്രൊവിഷൻ ആവുന്ന സമയത്ത് ഇവർ ലോണുകൾ ഒന്നെങ്കിൽ ഇവർ റൈറ്റ് ഓഫ് ചെയ്ത് ഒഴിവാക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നോർമൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ലോണിന് മുഴുവൻ പ്രൊവൈഡ് ചെയ്ത്, അതായത് ഇവർ അതിനുവേണ്ടി എക്സ്ട്രാ ഫണ്ട് മാറ്റി വെച്ച് ഇവർ ആ ലോണിനെ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതല്ല ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരിങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇത് ലോൺ ബുക്കിൽ നിന്ന് ഒഴിവാക്കും. അതിനുശേഷം പക്ഷേ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇവർ ഇതിനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, എങ്ങനെയെങ്കിലും അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ. ബാലൻസ് ഷീറ്റിൽ നോക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ മൂന്നാമതുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് ARCക്ക് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക്. സോ അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് ഗുണ്ടാപ്പിരിവ് നടത്തുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. വേറെ കമ്പനികളുണ്ട്. ഇപ്പോൾ ഒരു 100 കോടി രൂപയുടെ ലോൺ ഇവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരത് ARCക്ക് സെല്ല് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ARC വന്നിട്ട് അവർക്ക് പറ്റുന്ന ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു 50 കോടിയുടെ ലോൺ ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഒരു 20 കോടി 25 കോടി വരെയൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു 10 കോടി രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു മൊത്തം 50 കോടിയുടെ ലോൺ ബുക്കിന് പറയുന്നത്. സോ ആ ഒരു എമൗണ്ട് ഇവർ വാങ്ങിച്ചുകൊണ്ട്, അതായത് ആ എമൗണ്ട് ഫുള്ളായിട്ട് പേ ചെയ്യുമല്ല, അതിൻ്റെ എനിക്ക് തോന്നുന്നു 5-10% ക്യാഷ് ആയിട്ട് പേ ചെയ്യും, ബാക്കി ബോണ്ടായിട്ടാണ് പേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്ര എമൗണ്ട് മേടിച്ചുകൊണ്ട് ഇവർ ഈ ലോൺ ബുക്ക് ഇവർക്ക് പാസ് ചെയ്യും. ഇവർ എന്നിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് നോക്കും. കാരണം ഇവർക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കളക്ട് ചെയ്താലാണ് അതാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ആയിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. ഈ പറയുന്ന 3 രീതിയിലാണ് ഇവർ മെയിനായിട്ട് ഇവരുടെ ലോൺ ബുക്കിനെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊരു നല്ല രീതിയല്ല. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ബാങ്കുകൾ എന്ന് വെച്ചാൽ ഇവർ മാക്സിമം ആയിട്ട് നല്ല ക്ലയൻസിന് കൊടുക്കുകയും അതുപോലെ തന്നെ ഇത് മാക്സിമം ഇവർക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്ഥിരമായിട്ട് ഈ രീതിയിൽ ARCക്ക് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കൽ റൈറ്റ് ഓഫ് ചെയ്യുക, ആ ഒരു രീതിയിലേക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോക്കിൽ വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഇവർ ARCക്ക് സെല്ല് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ അവരുടെ GNPA NNPA ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ അത് താഴേക്ക് വന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് തിരിച്ചത് കൂടാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ലെവലിൽ നിന്ന് അവർക്ക് വീണ്ടും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാങ്കിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെന്റ് ഏകദേശം ആ ഒരു രീതിയിലേക്കാണ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പിന്നെ അതുപോലെ ഈ ബാങ്കിനെ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 38% ഉണ്ട്. സോ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം RBIയുടെ ഗൈഡൻസ് ഉണ്ട്. കാരണം 26% കൂടുതലായിട്ട് പ്രൊമോട്ടർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ലെന്നുണ്ട്, ഏകദേശം 15 വർഷത്തിന് ശേഷം. അത് നോക്കിയാൽ ഈ വരുന്ന 2030 ആവുന്ന സമയത്തേക്ക് ഇവർ 15 ഇയേഴ്സ് ആവുകയും അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊമോട്ടർ ഫാമിലി എന്ന് പറയുന്നത് അത് 26% അവർക്ക് ഇവരുടെ ഹോൾഡിംഗ് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇവർക്ക് ഷെയർസ് സെല് ചെയ്യാനായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് ഇവർക്ക്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ അത് സെല് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ സ്റ്റോക്കിന്റെ പ്രൈസിന് നല്ല രീതിയിൽ താഴ്ത്തു പോകേണ്ടത് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് നല്ല ഇൻവെസ്റ്റേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ പെർഫോമൻസ് നല്ല രീതിയിലായാലും ഉള്ള ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നോക്കിയാൽ. കാരണം ഏകദേശം വരുന്ന ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ 3-4 വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയും ഷെയർസ് അവർക്ക് സെല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ട്രാക്ക് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അപ്പം Q3 എൻഡിന്റെ സമയത്ത് അവർ ARCക്ക് സെല് ചെയ്യുക ഏകദേശം 6,000-7,000 കോടിയോളം ഇവർ ARCക്ക് 3,000 കോടിക്ക് മുകളിൽ ARCക്ക് സെല് ചെയ്യുക, അതേപോലെ തന്നെ 3,000 കോടിക്ക് മുകളിൽ ടെക്നിക്കൽ റൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ലോൺ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ GNPA എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ 3.3 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മെയിനായിട്ട് ഈ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടാണ്. NNPA നോക്കിയാൽ ഏകദേശം 1% അടുത്താണ് NNPA കാര്യങ്ങളൊക്കെ ഉള്ളത്. മാനേജ്മെന്റ് ഇതിനകത്തൊക്കെ അടുത്ത വർഷം ആവുന്ന സമയത്തേക്ക് ഇമ്പ്രൂവ് ആവുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഗൈഡൻസ് നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഏകദേശം 12-13% അടുത്തായിട്ടാണ് ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഡിപ്പോസിറ്റ് ഗ്രോത്ത് നോക്കിയാൽ അറൌണ്ട് 10% അടുത്താണ് ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഉള്ളത്. അതേപോലെ നിംസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6.1% ആണ് നിംസ് ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലുള്ളത്. അത് ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 6.2 ആണുള്ളത്. ക്വാർട്ടറിൽ Q4 6.2 ഫുൾ ഫൈനാൻഷ്യൽ ഇയർ, അതായത് Q1, Q2, Q3, Q4 ഇത് നാലോടെ കൂട്ടും നോക്കുമ്പോഴത്തേനും ഇവർക്ക് 6.1 ആണ് നിംസ് ഉള്ളത്. അതായത് നമുക്ക് നോക്കി അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് സീക്വൻഷ്യലി നിംസ് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നിംസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് എത്രയാണോ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കിട്ടുന്നത് അത് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ് നിംസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലി ബാങ്കുകൾ ഇപ്പോൾ ഒരു ലോണുകൾ കൊടുക്കുന്ന സമയത്ത് ഈൽഡ് മേടിക്കുന്നുണ്ട്, അതായത് പലിശ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് അത് ഡിപ്പോസിറ്റ് ആണ്, SB അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് ആവും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിബെഞ്ചേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് വെച്ചിട്ടാണെങ്കിലും ഇവർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന സമയത്ത് ഇവരൊരു ഇൻട്രസ്റ്റ് പുറത്തേക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ ഈ പറയുന്ന പുറത്തേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റും ഇവർ മേടിക്കുന്ന ഇൻട്രസ്റ്റും അതിന്റെ ആ ഡിഫറൻസ്, അതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ സ്പ്രെഡാണ് ഇവരുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ആ ഗ്യാപ്പ്, ഇവർ ലോൺ എടുക്കുന്ന പൈസയും ഇവർ ലോൺ കൊടുക്കുന്ന പൈസയും ഇടയ്ക്കുള്ള ഗ്യാപ്പ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ലോൺ ബുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്ന അൺസെക്യൂർഡ് ബുക്കിലായിരുന്നു. അതിൽ കൂടുതലായിട്ട് GNPA കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള റിട്ടേൺ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ഇവർ അൺസെക്യൂർഡ് ചെയ്ത് ഇവരുടെ ലോൺ ബുക്കിനെ സെക്യൂർഡ് ആയിട്ട് മാറ്റാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 3-5 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70% ഉണ്ടായിരുന്ന അൺസെക്യൂർഡ് ബുക്ക്, അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൊളാട്രൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലോണുകൾ, MFI ലോണുകളോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോണുകളോ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അൺസെക്യൂർഡിൽ വരുന്നത്. അപ്പോൾ അൺസെക്യൂർഡിൽ വരുമ്പോഴത്തേന് ഈ ലോണിൽ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിക്കവർ ചെയ്യാണ്ട് വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ അൺസെക്യൂർഡിനെ ഇവരിപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ FY26 എൻഡ് ചെയ്ത സമയത്തേക്ക് ഏകദേശം 44% കുറച്ചിട്ടുണ്ട്. 70% അവരുടെ ലോൺ ബുക്കിൽ അൺസെക്യൂർഡ് ആയിരുന്നു. ഇപ്പൊ നോക്കിയാൽ 44% ഉള്ളൂ. അതുപോലെ തന്നെ സെക്യൂർഡ് നോക്കിക്കഴിഞ്ഞാൽ സെക്യൂർഡ് ബുക്ക് ഏകദേശം ഇപ്പോൾ 56% ആയിട്ടുണ്ട്. അത് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആവുന്ന സമയത്ത് അൺസെക്യൂർഡിന് ഇവർ 44-ൽ നിന്ന് 42 ആയിട്ട് കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സെക്യൂർഡ് ബുക്ക് 56-ൽ നിന്ന് 58% കൊടുക്കും. അപ്പോൾ അൺസെക്യൂർഡ് ബുക്കിന്റെ ഈ പറഞ്ഞ ലോൺ ബുക്കിലെ കോൺട്രിബ്യൂഷൻ കുറയുന്ന സമയത്ത്, അതായത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകൾ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ പലിശ കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് ലോണുകൾക്കൊക്കെ 20-22% നോർമലി ബാങ്കുകളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് ഹൈ റിട്ടേൺ തന്നോണ്ടിരുന്ന ലോണുകളായിരുന്നു ഈ പറഞ്ഞ അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഇപ്പോൾ നമ്മൾ സെക്യൂർഡ് ലോണുകൾ നോക്കിയാൽ അതിപ്പോൾ ഹൗസിംഗ് ലോണൊക്കെ നോക്കി കഴിഞ്ഞാൽ ആളുകൾ 15-20 കൊടുത്തിട്ട് എടുക്കാനായിട്ട് റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ ഹൗസിംഗ് ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഒരുപാട് താഴെയായിരിക്കും ഈ പറഞ്ഞ അൺസെക്യൂർഡിനെ വെച്ച് കമ്പയർ ചെയ്ത സമയത്ത്. അതുകൊണ്ട് തന്നെ ഇവർ അൺസെക്യൂർഡിൽ നിന്ന് സെക്യൂർഡിലേക്ക് കൂടുതലായിട്ട് ഇവരുടെ ലോൺ ബുക്ക് മാറ്റിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ ഈൽഡ് എന്ന് പറയുന്നത്, അതായത് ഇവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും കുറയും. അത് കുറയുമ്പോഴത്തേന് ഇവരുടെ നിംസ് കാര്യങ്ങളൊക്കെ കുറയും. കാരണം ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിംസ് കുറയും. അതുകൊണ്ട് തന്നെ നിംസ് കാര്യങ്ങളൊക്കെ ഇവരുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ നോക്കിയാൽ ഈ ഒരു ക്വാർട്ടർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്തായിട്ട് ചെറിയ രീതിയിൽ പയ്യെ അതിൽ റിക്കവറി കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്ത വർഷത്തേക്ക് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത് ഇപ്പൊ 6.1 ഉള്ള നിംസ് എന്ന് പറയുന്നത് അടുത്ത വർഷം 6.5 ആയിട്ട് കൂടുമെന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 6.2 ആണ് ഈ ഒരു ക്വാർട്ടറിലുള്ളത്. അപ്പൊ സീക്വൻഷ്യലി ഇത് ഇമ്പ്രൂവ് ആവുന്ന കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിംസിൽ ഇമ്പ്രൂവ്മെന്റ് വരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ROA നോക്കിക്കഴിഞ്ഞാൽ 0.6 ആണ് അവരുടെ ROA എന്ന് പറയുന്നത്. അത് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം നോക്കിയാൽ 1.1% ആണ് ROA ഉള്ളത്. ROAയും സീക്വൻഷ്യലി ഇമ്പ്രൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഇയറിൽ 0.6 ഉള്ളത് ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ 1.1 ആണ്.
അവർ അടുത്ത വർഷത്തേക്ക് ഗൈഡ് ചെയ്യുന്ന അടുത്ത Q4 എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇവരുടെ ഈ പറഞ്ഞ ROE എന്ന് പറയുന്നത് 1.6നും 1.8നും ഇടയ്ക്കായിട്ട് വരും എന്നുള്ള കാര്യമാണ് അവർ എക്സിറ്റ് ROE ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ ഫുൾ ഇയർ നോക്കുന്ന സമയത്ത് ഒരു 1.2 1.3 ഒക്കെ നമുക്ക് ROE ആയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്, അതായത് ഇവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് പ്രൊവിഷൻസ് ചെയ്യാൻ പറഞ്ഞില്ലേ, പാർട്ട് ലോൺസ് വരുമ്പോൾ അതിനൊരു എമൗണ്ട് മാറ്റി വെക്കണം എന്നുള്ള കാര്യം. ആ മാറ്റി വെക്കുന്ന എമൗണ്ട് ഇവരുടെ മൊത്തം ലോൺ ബുക്കിന്റെ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കുന്നതാണ് ഈ പറഞ്ഞ ക്രെഡിറ്റ് കോസ്റ്റ്. ക്രെഡിറ്റ് കോസ്റ്റ് നോക്കിയാൽ ഇപ്പം 3% ഉണ്ട് അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ FY27 എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് 1.6 1.7 ആ ഒരു രീതിയിലേക്ക് അത്രയും താഴേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയാലും ക്രെഡിറ്റ് കോസ്റ്റ് കുറയും എന്ന് പറയുന്നു. അതിനർത്ഥം പ്രൊവിഷൻസ് കുറയും. പ്രൊവിഷൻസ് കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവരുടെ ലോൺ ബുക്കിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ആണ്. ഇവരുടെ GNPA കാര്യങ്ങളൊക്കെ കുറയേണ്ടതായിട്ടുണ്ട്. അപ്പം GNPA കാര്യങ്ങളൊക്കെ വരുന്ന വർഷത്തിൽ നല്ല രീതിയിൽ കുറയുന്നത്, അത് ഏകദേശം ഒരു പകുതിയായിട്ട് മാറും. ഇപ്പോൾ ഉള്ള ഇവർ പ്രൊവിഷൻ വെച്ചിരിക്കുന്നതിന്റെ പകുതിയായിട്ട് പ്രൊവിഷൻസ് കുറയും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുമ്പോഴത്തേനും അതും നല്ലൊരു ഡയറക്ഷനിലേക്കാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇവരുടെ ROE നോക്കിയാൽ ROE ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം 5% ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ Q4 മാത്രം ROE നോക്കിക്കഴിഞ്ഞാൽ 8% ഉണ്ട് ROE എന്ന് പറയുന്നത്. അപ്പൊ ROE ഫുൾ ഇയറിൽ 5, ഈ പറഞ്ഞ ഈ ക്വാർട്ടറിൽ 8%. അപ്പൊ ROEയിലും കൃത്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വർഷം സ്വാഭാവികമായിട്ടും ROE കൂടുന്നതുകൊണ്ട് തന്നെ ROEയിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു, 14 to 15% ഇടയ്ക്ക് അവർ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ തന്നെ മാനേജ്മെന്റ് അതാണ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നോർമലി ഉള്ള സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്തിന്റെ ആ ഒരു രീതിയിൽ, അതായത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് ഗ്രോത്തിന്റെ അതേ ഒരു രീതിയിൽ തന്നെ ഇവരുടെ ലോൺ ബുക്ക് ഗ്രോ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, അൺസെക്യൂർഡിന്റെ ഇവർ പോർഷൻ കുറയ്ക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 42% അൺസെക്യൂർഡ് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ മൈക്രോ ഫിനാൻസ് ലോൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 35% ഉണ്ട്. ഈ അൺസെക്യൂർഡിനകത്ത് 35%, ടോട്ടൽ ലോൺ ബുക്കിന്റെ 35% ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് ആണ്. അതിനെ 33%, അതായത് 1/3 കൊണ്ടുവരുന്നുള്ള, അതിൽ താഴെ നിർത്തും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു ലോങ് ടൈമിൽ, അതായത് ഇനിയുള്ള കാലത്ത് ആ ഒരു രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരും, പക്ഷേ കമ്പാരിറ്റീവ്ലി സെക്യൂർഡ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും സെക്യൂർഡ് ബുക്കിൽ വരുന്ന ഗ്രോത്ത് ഈ ഒരു ബുക്കിൽ വരില്ല. അതിപ്പോൾ നമുക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാൽ ഇപ്പോൾ Q4 നോക്കിയാൽ MFI ലോൺസിൽ ഏകദേശം 8% Q1Q കൂടിയേക്കുന്നത്. കഴിഞ്ഞ Q3 ഈ ഒരു Q4 വരുമ്പോൾ അത് നമ്മൾ സെക്യൂർഡ് ബുക്കിലേക്ക് നോക്കിയാൽ സെക്യൂർഡ് ബുക്കിൽ ഏകദേശം 25% ഗ്രോത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇനി ഇവരുടെ ഗ്രോത്ത് വരാൻ പോകുന്നത്. അതായത് അൺസെക്യൂർഡിന്റെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അതായത് സെക്യൂർഡ് ലോണിന്റെ ഗ്രോത്ത് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ രീതിയിൽ സെക്യൂർഡ് ബുക്കിന്റെ പെർസെന്റേജ് ഇതിനകത്ത് കൂട്ടാനായിട്ട് പറ്റും. പിന്നെ അതല്ലാതുള്ള ബാക്കിയുള്ള മെട്രിക്കുകൾ കാര്യങ്ങളല്ല, ഇവരുടെ സ്ലിപ്പേജ് നോക്കിയാൽ അല്ലെങ്കിൽ പ്രൊവിഷൻ കവറേജ് റേഷ്യോ നോക്കിയാൽ ഏകദേശം 75% ഉണ്ട്. സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇംപ്രൂവ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കളക്ഷൻ എഫിഷ്യൻസി ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. 99 മുകളിലേക്ക് വരെ കളക്ഷൻ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സോ അതൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബാങ്കിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഈ ഒരു ഗൈഡൻസ് വെച്ചിട്ട്, അതായത് 14-15% ഒരു ലോൺ ബുക്ക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഏകദേശം 1.2 1.3 അടുത്തേക്ക് ഇവർ ഒരു ROA എത്തിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ ഏകദേശം ഒരു 2500 തൊട്ട് 3000 കോടി വരെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 1200 കോടിയാണ് അവർ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ ഒരു ഡബിൾ 100% മുകളിൽ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റിൽ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്താൽ. അങ്ങനെ വരുമ്പോൾ തന്നെ ഇവരുടെ ROE എന്ന് പറയുന്ന ഒരു 10 മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ROA 0.6 1.2 1.3 അതായത് ഡബിൾ ആകും. അതുപോലെ തന്നെ ROE നോക്കിയാലും 0.5% അത് 10% മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ROE ഒക്കെ ഡബിൾ ആകുകയും 14% മുകളിൽ ഗ്രോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇവർ എത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതേപോലെ നല്ല രീതിയിൽ ഇവരുടെ GNPA അതുപോലെ തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ താഴേക്ക് വരും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ബാങ്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് ടു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 1.2 പ്രൈസ് ടു ബുക്ക് ഉള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഇവർക്ക് പ്രൈസ് ടു ബുക്ക് ഉണ്ട്. അതായത് ഇവരുടെ വാല്യൂഷൻസ് ഒക്കെ കുറച്ച് അത്യാവശ്യം ഇവർ ഇത്രയും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടും ആ ഒരു രീതിയിൽ വാല്യൂഷൻസ് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ചാർട്ടിൽ നോക്കുമ്പോഴത്തേനും ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റോക്ക് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ 1.2 ഒക്കെയാണ് തന്നെ ഇവരുടെ പ്രൈസ് ടു ബുക്ക് ഉള്ളത്. പക്ഷെ ഇവർ ഈ ഒരു രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്തൊരു 1-2 വർഷമൊക്കെ പെർഫോം ചെയ്താൽ ഒരുപക്ഷെ 2 വരെയൊക്കെ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന ബാങ്കുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഈ ഒരു വർഷത്തെ പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്ക് ഇവർ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പെർഫോമൻസിനകത്ത്, കാരണം ഇവർ കുറെ വർഷങ്ങളായിട്ട് മോശമായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഇവർ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും ഒരു 60-70% ഗ്രോത്ത് പൊട്ടൻഷ്യൽ, മുകളിലേക്ക് ഒരു മൂവ്മെന്റിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷെ ഇവർ കൃത്യമായിട്ട് ഇത് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിനൊക്കെ ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. നമുക്ക് എന്തായാലും കൃത്യമായിട്ട് എല്ലാ ക്വാർട്ടറുകളിലും ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.